ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ്. ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ആധുനിക ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ജനിച്ചിട്ട് 100-110 കൊല്ലത്തോളമായി. പക്ഷെ ഇപ്പോഴും അതിനെ ആധുനിക ഭൗതിക ശാസ്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിനെ തിരുത്തുന്നതോ അതിനെ വെല്ലുന്നതോ ആയിട്ടുള്ള പുതിയൊരു തിയറി ഇതുവരെ വന്നിട്ടില്ല. രണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഇതുവരെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. അതല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന വെർഷനിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇതുവരെ എത്തിയിട്ടില്ല. സർ ഐസക് ന്യൂട്ടന്റെ ഫിസിക്സും അതുപോലെ തന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക്സും ഒക്കെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നത്. അവ ജനങ്ങളിൽ ഇറങ്ങിയ അത്രയും അല്ലെങ്കിൽ അവ ജനങ്ങൾക്ക് മനസ്സിലായ അത്രയും ക്വാണ്ടം മെക്കാനിക്സ് ജനങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് വേണം പറയാം. സാധാരണ ശാസ്ത്രജ്ഞന്മാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അവർ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രകൃതിയിൽ അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെ ഫിറ്റ് ചെയ്യാൻ പാകത്തിന് അവരൊരു തിയറി ഉണ്ടാക്കും. ഈ തിയറി ഉണ്ടാക്കി കഴിഞ്ഞ് അതുപയോഗിച്ച് അവർ വേറെ കുറേ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യും. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അവ പരീക്ഷണങ്ങൾ വഴി ശരിയാണെന്ന് അവർ കണ്ടുപിടിക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ വഴി എല്ലാ പ്രഡിക്ഷൻസും ശരിയാണെന്ന് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ആ തിയറി എസ്റ്റാബ്ലിഷ്ഡ് ആയി. എന്നാൽ അവർ അതുകൊണ്ട് നിർത്തില്ല. വർഷങ്ങളോളം ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഈ പരീക്ഷണ ഫലങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് റിപ്പീറ്റബിൾ ആണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 100% എല്ലാ പരീക്ഷണ ഫലവും റിപ്പീറ്റബിൾ ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് ഒരു തിയറി അവർ 100% സ്ഥിരീകരിക്കുന്നത്. ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറികളും അവർ ടെക്നോളജിക്ക് കൈമാറും. ടെക്നോളജി ഇത്തരം എസ്റ്റാബ്ലിഷ്ഡ് ആയ തിയറികളും അതിന്റെ പരീക്ഷണ ഫലങ്ങളും എടുത്തിട്ട് ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളും ഉണ്ടാക്കി നമ്മുടെ കയ്യിലേക്ക് വെച്ചു തരും. ഇങ്ങനെയാണ് ശാസ്ത്രം ടെക്നോളജിയായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വരെയുള്ള സൈക്കിള്. ക്വാണ്ടം മെക്കാനിക്സിലെ തിയറികൾ നടത്തിയ പ്രഡിക്ഷൻസ് മുഴുവൻ സത്യമാണെന്ന് പരീക്ഷണങ്ങൾ വഴി കണ്ടുപിടിക്കുകയും ആ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ 100 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. അധികം വൈകാതെ തന്നെ ഇത് ടെക്നോളജിയായി നമ്മുടെ കയ്യിലെത്തേണ്ട സമയമായി. ഇതിനു വേണ്ട ടെക്നോളജി മുഴുവൻ ഓൾറെഡി പണിപ്പുരയിലാണ്. ചിലതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി എത്തിയിട്ടുമുണ്ട്. എങ്കിൽ പോലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറീസ് ഇതുവരെ ഇറങ്ങി എത്തിയിട്ടില്ല. ഇതിന് പ്രധാന കാരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ വിചിത്രമായ സ്വഭാവമാണ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറികൾ കേട്ട് കഴിഞ്ഞാൽ പലതും വളരെ വിചിത്രവും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുമാണ്. ഇത് ക്വാണ്ടം തിയറീസിന്റെ കുഴപ്പമല്ല, ക്വാണ്ടം തിയറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒബ്സർവേഷൻസിന്റെ കുഴപ്പമാണ്. അതായത് ശാസ്ത്രജ്ഞന്മാർ ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പ്രകൃതിയിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് വളരെ വിചിത്രമാണ്. അപ്പൊ ഇത്തരം വിചിത്രമായ ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുള്ള പരീക്ഷണ ഫലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു തിയറീസ് ഉണ്ടാക്കിയപ്പോൾ ആ തിയറീസ് നാച്ചുറലായിട്ട് വിചിത്രമായി പോയി. എന്താണ് ഈ വിചിത്രമായ ഒബ്സർവേഷൻസ് ഇവർ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചില ഒബ്സർവേഷൻസ് ഞാനൊരു മുമ്പൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ, അതായത് ഡിലേഡ് ചോയ്സ് ക്വാണ്ടം ഇറേസർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന എൻ്റെ വീഡിയോയിൽ ഇത്തരം വിചിത്രമായ ചില റിസൾട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ ഇത്ര വിചിത്രമായത് അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പറയുന്നൊന്ന് കേട്ടു നോക്ക്. റിച്ചർഡ് ഫെയ്മൻ പറയുന്നത്, നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് നന്നായിട്ട് മനസ്സിലായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായിട്ടില്ല എന്നാണ്. അതുപോലെ നീൽസ് ബോർ പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങളെ ഇതുവരെ ഞെട്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി അഗാധമായി പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വരെ ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇത്തരത്തിൽ വളരെ വിചിത്രമായതും അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതുമായ കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ സയൻസ് ഫിക്ഷൻ മൂവികളിലും അല്ലെങ്കിൽ സ്യൂഡോ സയൻസിന്റെ ആൾക്കാരും ഇതിനെ പല രീതിയിൽ വളച്ചൊടിച്ചിട്ട് അവർക്ക് ഇഷ്ടത്തിന് പല കഥകൾ മെനയാറുണ്ട്. യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്നും അത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്നും നമുക്കൊന്ന് നോക്കാം. ക്വാണ്ടം എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് എന്തിന്റെയും വളരെ ചെറിയ ഒരു കഷ്ണം അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു പാക്കറ്റ്. ഇപ്പൊ മരുഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ മരുഭൂമിയുടെ ഏറ്റവും ചെറിയ ഒരു കഷ്ണം എന്ന് പറയുന്നത് ഒരു മണൽത്തരിയാണ്. ഇപ്പൊ കടലിലെ വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലെ ഏറ്റവും ചെറിയൊരു കഷ്ണം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഒരു മോളിക്യൂളാണ്. ഇത്തരത്തില് ഏതിന്റെയും ഏറ്റവും ചെറിയ വിഭജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണികേനെയാണ് ക്വാണ്ടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ആദ്യമായിട്ട് വന്നത് പ്രകാശത്തിന്റെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. പ്രകാശം ഒരു തരത്തിലുള്ള ഊർജത്തിന്റെ ഒഴുക്കാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ പ്രകാശത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പ്രകാശം ഊർജത്തിന്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ അല്ല, അതിനകത്ത് ഊർജം കഷ്ണം കഷ്ണമായിട്ട് അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് പ്രകാശത്തിലൂടെ ഇത് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നോർമൽ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകാശത്തിൽ ഊർജം എങ്ങനെ പാക്കറ്റായിട്ട് അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായിട്ട് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല.
വളരെ സൂക്ഷ്മമായ തലത്തിൽ പ്രകാശം മറ്റു ചെറിയ കണികകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതികൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പ്രകാശത്തിന്റെ ഈ കണിക സ്വഭാവം അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായിട്ട് ഊർജ്ജം സഞ്ചരിക്കുന്ന ആ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അത്രയും സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പ്രകാശം മാത്രമല്ല ഉള്ളത്, മറ്റ് സബാറ്റമിക് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ചെറിയ ആറ്റംസ്, ഇങ്ങനെ പല സാധനങ്ങളും അത്രയും സൂക്ഷ്മമായ തലത്തിൽ അല്ലെങ്കിൽ അത്രയും ചെറിയ ലോകത്തിലുണ്ട്. അങ്ങനെ ഇവയെ പഠിക്കാനായി ശാസ്ത്രജ്ഞന്മാർ ഈ ചെറിയ ലോകത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവിടെയുള്ള ഈ സബാറ്റമിക് പാർട്ടിക്കിൾസ് എല്ലാം ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ യുക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ സ്കെയിലിലുള്ള ഫിസിക്സ് അനുസരിച്ചിട്ടോ അല്ല. അവ പെരുമാറുന്നത് തികച്ചും വിചിത്രമായ മറ്റൊരു രീതിയിലാണ്. അതായത് നമ്മുടെ യുക്തിക്ക് പലപ്പോഴും നിരക്കാത്ത പല സ്വഭാവങ്ങളും ഈ സബാറ്റമിക് പാർട്ടിക്കിൾസ് കാണിച്ചു തുടങ്ങി. അപ്പോൾ ഈ ചെറിയ ലോകത്തുള്ള സബാറ്റമിക് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നിവയും പ്രകാശത്തിന്റെ കണികകളെയും പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയായി ക്വാണ്ടം മെക്കാനിക്സ്. ഇനി ക്വാണ്ടം മെക്കാനിക്സിന് പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രബലമായതും പ്രചാരത്തിലുള്ളതും കോപ്പൻഹാഗൻ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഇത് കൂടാതെ പൈലറ്റ് വേവ് തിയറി എന്ന് പറഞ്ഞൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി ഉണ്ട്. ഇതിൽ ഈ മെനി വേൾഡ് തിയറി എന്നുള്ളത് പലപ്പോഴും സയൻസ് ഫിക്ഷൻ മൂവികളിൽ പല രീതിയിലും വളച്ചൊടിച്ച് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസിനെ എല്ലാം നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ പരിചയപ്പെടാം. ഇനി ക്വാണ്ടം മെക്കാനിക്സിലെ ചില പ്രതിഭാസങ്ങളെ പറ്റി പറയാം. അതായത് ക്വാണ്ടം ടണലിംഗ്, ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, വേവ് പാർട്ടിക്കിൾ ഡ്വാലിറ്റി, പിന്നെ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, പ്രോബബിലിറ്റി വേവ് ഫംഗ്ഷൻ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ കാണാനുണ്ട്. എൻ്റെ തുടർന്നുള്ള വീഡിയോസിൽ ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ക്വാണ്ടം മെക്കാനിക്സിലെ തിയറികൾക്ക് 100 കൊല്ലത്തിൽ കൂടുതലുള്ള പരീക്ഷണ വിജയങ്ങളുടെ പിൻബലമുള്ളത് കൊണ്ട് അത് ഓൾറെഡി ടെക്നോളജിയായി മാറി തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ പലതും ഓൾറെഡി ടെക്നോളജിയായി നമ്മുടെ കൈകളിൽ വന്നു കഴിഞ്ഞിരുന്നു, പക്ഷെ നമുക്കിപ്പോഴും അത് അറിയില്ല എന്ന് മാത്രം. ഇപ്പോൾ ടണലിംഗ് ഡയോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്, ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ്. ഇത് വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം ടണലിംഗ് എന്നുള്ള പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇതും അതേ പ്രതിഭാസം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനധികം പറയുന്നു, സൂര്യൻ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ക്വാണ്ടം ടണലിംഗിന്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് മെത്തേഡുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ക്വാണ്ടം ടെക്നോളജി ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്വാണ്ടം ഇന്റർനെറ്റ്. ഇതിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കമ്പ്യൂട്ടിംഗ് മെത്തേഡ്സിനേക്കാളും വളരെ ഫാസ്റ്റ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ മറ്റൊരു ടെക്നോളജിയാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഡാറ്റ സുരക്ഷിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പാസ്വേഡുകളായാലും ശരി, അതുപോലെ ബാങ്ക് പാസ്വേഡുകൾ, ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ ഇന്റർനെറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള എൻക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇത്തരം എൻക്രിപ്ഷൻസിന്റെ പ്രത്യേകത, ആ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ 50-100 കൊല്ലം അതിന്റെ അൽഗോരിതം വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഇത്തരം എൻക്രിപ്ഷൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഈ എൻക്രിപ്ഷൻ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ബ്രേക്കബിൾ അല്ല. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിയുമ്പോൾ അതിന്റെ അൽഗോരിതംസ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള എൻക്രിപ്ഷൻസ് 1-2 കൊല്ലം കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കൺവെൻഷണൽ ആയിട്ടുള്ള എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഒന്നും വർക്ക് ചെയ്യാതെ വരും. അതുകൊണ്ടാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫിയുടെ ആവശ്യം വരുന്നത്. ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫിയിൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് ക്വാണ്ടം ടെക്നോളജി തന്നെ ആയതുകൊണ്ട് അവയെ അത്ര എളുപ്പം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള ഒരു ടെക്നോളജിയാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. ഇപ്പോൾ ടെലിപ്പോർട്ടേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ടെലിപ്പോർട്ടേഷൻ എന്നുള്ളത്. അതൊരു ഭാവന മാത്രമാണ്. ടെലിപ്പോർട്ടേഷൻ ഇതുവരെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്നാൽ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു വസ്തുവിനെ ഇവിടെ നിന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അമേരിക്കയിലേക്ക് അയക്കുക എന്നുള്ളതല്ല. ക്വാണ്ടം ടെലിപ്പോർട്ടേഷനിൽ ടെലിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സബാറ്റമിക് പാർട്ടിക്കിളിന്റെ ക്വാണ്ടം സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഇലക്ട്രോൺ പോലെയുള്ള ഒരു സബാറ്റമിക് പാർട്ടിക്കിളിന്റെ ക്വാണ്ടം സ്റ്റേറ്റ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വളരെ ദൂരെയുള്ള മറ്റൊരു ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനെയാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഇലക്ട്രോണിന്റെ എല്ലാ ക്വാണ്ടം സ്റ്റേറ്റ്സും നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വളരെ ദൂരെയുള്ള മറ്റൊരു ഇലക്ട്രോൺസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺ അങ്ങനെ തന്നെ അതേ രൂപത്തിൽ ആ സ്ഥലത്തും രൂപപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് വളരെ ചെറിയ തോതിലൊക്കെ പരീക്ഷണ വിജയം കണ്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ 100% വിജയിക്കാനായിട്ട് ഇനിയും ഒത്തിരി ദൂരമുണ്ട്. ഇത് വിജയിച്ചു കഴിയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാണ്ടം സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടം സ്റ്റേറ്റിലുള്ള ഡാറ്റ ഞൊടിയിടയിൽ തന്നെ പ്രകാശവർഷങ്ങളോളം ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും.
ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-110 കൊല്ലം പഴക്കമുള്ള ഒരു തിയറിയാണ് ക്വാണ്ടം തിയറി. എന്നാൽ ജനങ്ങളിലേക്ക് ഇതുവരെ ഇറങ്ങി ചെല്ലാത്തൊരു തിയറിയാണ് ക്വാണ്ടം തിയറി. എന്നാൽ അധികം വൈകാതെ തന്നെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജികൾ നമ്മുടെ എല്ലാം കൈകളിലേക്ക് വന്നു ചേരും. അപ്പോൾ കുറച്ചൊക്കെ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ അറിഞ്ഞു തുടങ്ങേണ്ട സമയമായി എന്ന് വേണം കരുതാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.